ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഒരു വെണ്ട മുളക് ഇട്ടതായിട്ട് ഉണ്ടാക്കണേ. അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കിയെന്ന് കണ്ടിട്ട് വരാം. നമ്മൾ ആവശ്യമുള്ള വെണ്ടയും തക്കാളിയും പച്ചമുളകൊക്കെ എടുത്തണേ. ഇതൊന്ന് കഴുകിയെടുക്കാം നമുക്ക്. അപ്പോൾ കഴുകിയെടുത്ത് വെണ്ടേൻ്റെ 2 തലഭാഗവും കളയാം. നമുക്കിത് അരിയാം. നമുക്ക് ഈ വെണ്ട മുഴുവനായിട്ട് അരിഞ്ഞെടുക്കാം കേട്ടോ. വെണ്ട മുഴുവൻ അരിഞ്ഞ് നമ്മൾ 3 തക്കാളി എടുത്ത് നമുക്കിതും അരിഞ്ഞെടുക്കാം. തക്കാളി 3 തന്നെ നിൽക്കണം, അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. തക്കാളി അരിഞ്ഞ് കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അരിയാം. 3 ഉണ്ടമുളകാണ് ഞാൻ എടുത്ത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ 1 എടുത്താൽ മതിയേ. ഞങ്ങൾക്ക് എല്ലാവർക്കും എരിവ് നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് 3 എടുത്ത്. ഇനി നമുക്ക് അടുപ്പത്തേക്കൊരു പാൻ വെക്കാം. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണയാണേ. വെളിച്ചെണ്ണ ചൂടായാൽ അതിലേക്ക് ഉലുവ പൊട്ടി വരുന്നുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിയിട്ട് നമുക്കിതിലേക്ക് വെണ്ട അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടാൽ ഇതിലേക്ക്. നമുക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയൊക്കെ നിങ്ങളെ എരിവിന് ആവശ്യമുള്ളത് ഇട്ടാൽ മതി. എരിവ് നോക്കിയിട്ട്. കുറച്ച് എരിവ് ഉണ്ടാവുന്നതാണ് ഇതിന് ടേസ്റ്റ്. ഈ കറിക്ക് എരിവും പുളിയും ഒക്കെ ഉള്ളതാണ് ഈ ടേസ്റ്റ്. ഇപ്പം നല്ല വയന്ന് വന്നിട്ട് നമുക്ക് ഇതിലേക്ക് തക്കാളി ഇടാം. പച്ചമുളകും തക്കാളി ഒന്ന് വേവിച്ചെടുക്കാം. ഉപ്പിടാം. കാണാൻ തന്നെ ഒരു ഭംഗിയില്ലേ, പച്ച അങ്ങനെ. അതുപോലെ തന്നെ അതിൻ്റെ ടേസ്റ്റ് കേട്ടോ. കറിവേപ്പിലിടാം. ഇനി നമുക്കിതേക്ക് പുളി വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കറിയാട്ടോ. വെണ്ടയും തക്കാളിയും മാത്രം ഉണ്ടായാൽ മതി. നല്ല അടിപൊളി ഒരു കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഒരു കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നമ്മൾ വെണ്ടയും തക്കാളിയും കറി റെഡിയായ. നല്ല ഭംഗിയില്ലേ കാണാൻ.